ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഏറ്റവും സന്തോഷമുള്ള ഒരു വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചെക്കൻ വന്നിട്ട് ചെക്കന്റെ ആദ്യത്തെ പരിപാടിയാണ് അല്ലേ? എന്ത് പരിപാടിയാണ്? ചെറുതായിട്ടാണ് നടത്തുന്നത്. നമ്മുടെ ചെക്കന്റെ നൂലേട്ടാണ്. അതെ, നൂലുകെട്ടാണ്. അപ്പൊ ഇത് കുഞ്ഞ് നമ്മളുടെ രണ്ട് വീട്ടുകാർ മാത്രമേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നും ഇല്ല. വെച്ചാൽ ആള് ചെറുതല്ലേ ഉള്ളൂ. അപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പോ അടുത്ത പരിപാടികളൊക്കെ ഇനി ആർഭാടകരമായിട്ട് നമുക്ക് നടത്തും. അതെ, അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇന്നിപ്പോ ചെല്ല നൂലേട്ട ആളെ ഇന്ന് കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്യാനുണ്ട്. പിന്നല്ലാണ്ട് സന്തോഷം എന്ന് വെച്ചാൽ സന്തോഷം. അപ്പൊ ആളെ ലുക്ക് മാറ്റാൻ പോണേ. ഞാൻ വിളിക്കണ മാത്രം പേര് സുണ്ടാപ്പി എന്റെ വായിലൊരു സുണ്ടാപ്പിന്റെ ലുക്കൊക്കെ ഇന്ന് മാറ്റാൻ പോയേണ്ട. അപ്പൊ ഇപ്പൊ കമന്റ് ബോക്സിലും കുറെ തരുന്നുണ്ട് സുണ്ടാപ്പിയോടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. സുണ്ടാപ്പി അല്ലെ ഒഫീഷ്യൽ ഞാൻ വിളിക്കുന്ന മാത്രം പേരാണ്. അതെ അതെ അതെ. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ രാവിലെ തന്നെ നമ്മള് നൂല് കെട്ടാനുള്ള നൂലായിട്ട് നമ്മൾ അമ്പലത്തിൽ പോയിട്ട് പൂജിക്കാൻ പോകണം. ഞാൻ അമ്മയോട് പോയിട്ട് നേരെ അവിടെ നിന്ന് നേരെ വരാം. വെല്ലേക്ക് ഉണ്ട് അവിടെ, വെല്ലേക്കായിട്ട് നേരെ പോകും അല്ലേ? അതെ അതെ. ഇപ്പൊ എല്ലാവരും കൂടി ചെന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു പനിയും ജലദോഷം കാര്യങ്ങൾ കൊച്ചു ചെറുതല്ല. അപ്പൊ പെട്ടെന്ന് അവന് കയറി പിടിക്കൂലേ. അപ്പൊ കുറച്ച് ദിവസം കഴിയുമ്പോ അവനെ ഓക്കെ വന്നാലും കുറച്ചുകൂടെ ഉള്ള ആവോളം എന്നാൽ പോലും അത്യാവശ്യം മര്യാദ ഇരിക്കും, നമുക്കൊന്ന് അടിപൊളിയാക്കാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷം. അപ്പൊ നേരെ അമ്പലത്തിലേക്ക് പോയാലേ കാണാം. ബാ, നമ്മൾ അമ്പലത്തിൽ വന്നേക്കണ്ട ചെക്കൻ്റെ ചാരട് പൂജിക്കാൻ വേണ്ടി നമ്മുടെ അടുത്തുള്ള നീണ്ടൂത്തറ ക്ഷേത്രത്തിലാണ് വരുന്നത്. നമ്മൾ എല്ലാ വിഷയങ്ങൾക്കും വരുന്നത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് പൂജിച്ചിട്ട് വരാം. നമുക്ക് പൂജിച്ചൊക്കെ സാധനം കിട്ടിയിട്ടോ. അപ്പോൾ വീട്ടിൽ വന്ന് പോക്കുന്നത് തക്കുണ്ട്. ഇവിടെ തക്കുവൊക്കെ വന്നിട്ടുണ്ട്. അപ്പം സുധമൊക്കെ ഉണ്ട്. അതേ വെള്ളിയാഴ്ച റെഡി ആയിട്ട് ഉണ്ട്. ആരുണ്ട് ഫോൺ അടിച്ചിട്ട് ആ വഴി പോകുന്നുണ്ട്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇതാണ് സാധനം. നിനക്ക് നീട്ടിയല്ല, ഞാൻ ഈ വീഡിയോ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇത്ര പേരെ പോകുന്നുള്ളൂ. പിന്നെ 2 ആൻറ്റിമാരുണ്ട്. 2 ആൻറ്റിമാരോട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരിപ്പോൾ ഫോൺ അടിക്കാൻ വണ്ടി കയറണം, നേരെ പോകണം അല്ലേ? അതെ. അപ്പോൾ എല്ലാവരും സെറ്റും മുണ്ടും ഇന്ന് അതെ അതെ ഇവിടെ അടുത്തല്ലേ. അപ്പോൾ അങ്ങനെ പോകാൻ തരുത്തി. വണ്ടി ചിലപ്പോൾ തിങ്ങും. സിന്ധുവിടെ എവിടെ പോയാണ്? അപ്പം നമുക്ക് നേരെ പോയാലോ? എന്നാ പിടിച്ചോ. ഇപ്പോൾ വന്നിട്ട് കുറേ നേരം കേട്ടാ. അപ്പം നോക്കി ചെയ്യാനുള്ള പരിപാടികൾക്കുള്ള പ്രാരംഭഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അതാ അച്ഛനൊക്കെ തകർന്നു. അച്ഛാ മാമാ ഇവിടെ വിളക്കൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ ഇരുന്നാണ് സെറ്റ് ചെയ്യണതൊക്കെ. അപ്പോൾ മുകളിൽ റെഡി ആവുകയാണ്. അപ്പം നോക്കിയാൽ താഴെ പണികൾ നടക്കുമ്പോൾ ശ്രുതി റെഡി ആയിട്ട് അത് സുന്ദരി ആയിട്ടുണ്ട് അല്ലേ? അപ്പോ അതെ അതെ. ഒരാളോട് നല്ല സുഖമായിട്ട് ഉറങ്ങണ്ടല്ലേ? സുഖമായിട്ട് ഇനിയിപ്പോ ആ സമയമാകുമ്പോ അവിടെ താഴേക്ക് അവര് സെറ്റാക്കി വെച്ച് ഞാൻ വീഡിയോ എടുത്തിട്ട് പോന്നു. അപ്പൊ താഴേക്കും സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോ എന്താണ് സംഭവം ഇനി കൊച്ചിടന്ന് കരയുന്ന. അപ്പൊ അത് കാണാൻ നമുക്ക് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഇനി ഞങ്ങളവിടെ ചെന്ന് ഇരിക്കണത് താഴെ ഈക്വലായിട്ടിരിക്കണത് മുൻകൂട്ടി തന്നെ പറഞ്ഞേക്കാം. അതെ, സി സെക്ഷൻ ആയത് കാരണം എനിക്ക് താഴെ ഇരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇത്രയും ദിവസം ആയുള്ളല്ലോ, അപ്പൊ റെസ്റ്റ് എടുക്കാൻ കാരണം അങ്ങനെ ഇപ്പൊ ഇരിക്കണ്ടെന്ന് വെച്ചിട്ട് നമ്മള് സെറ്റിമല എവിടെയാണ് ഇരിക്കണത്? സെറ്റിമ ഇവിടെ കണ്ടിട്ടില്ല. താഴത്തേക്ക് ഇറങ്ങിയാൽ ഞാനും പോയിട്ടാണ് സെറ്റിയിൽ പോകുന്നു. അപ്പൊ സെറ്റിമ തന്നെ ഇരിക്കണത്. ബാക്കി വിഷയങ്ങൾ താഴെ വെച്ചിട്ടാണ് അല്ലേ? ഇന്ന് ഒരാളുടെ കണ്ണും ഇതൊക്കെ എഴുതും, അത് കാണിച്ചു തരാട്ടോ. കണ്ണ് എഴുതിയുണ്ടപ്പ ഉണ്ടാപ്പിലെ കണ്ണ് എഴുതിയും ശ്രുതി എഴുതിയും നമ്മൾ ആദ്യമായിട്ടാണ് കണ്ണൊക്കെ എഴുതുന്നത്. കണ്ണ് എഴുതല് അത് ചുന്ദരനായിട്ട് ഇറക്കാൻ വേണ്ടിയാണ്. ചുണ്ടാമ്പിര ചുന്ദരാ അമ്മേ പിന്നെ അത് നമ്മുടെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടാണ്. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് പോർഷൻ നമ്മൾ വോയിസ് ഓവറാണ് കൊടുക്കുന്നത്. കാര്യം വീഡിയോ എടുത്തപ്പോൾ അധികം സംസാരിച്ചൊന്നുമില്ല. ഒന്നാമതേ അവൻ നല്ല ബഹളമായിരുന്നു കൊച്ച്. ഒരു ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ വിളക്ക് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഫാൻ ഇട്ടിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇതും ഒക്കെ ആയിട്ട് ആളങ്ങോട്ടൊക്കെ എടുത്തെടുത്ത് അങ്ങോട്ട് എല്ലാവരും ഒക്കെ മാറി നടക്കണമായിരുന്നു. അപ്പോൾ വേഗം ഞങ്ങൾ രണ്ടുപേരോട് വിളക്ക് കത്തിച്ച് പിന്നെ എല്ലാവരും ഒരു ഇതിലായിപ്പോയി. കാര്യം കൊച്ച് കരയാണ്. അപ്പോൾ നമുക്ക് ചടങ്ങുകളും വേഗം നടത്താമെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ വേഗം അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ, അവനെ ഒന്ന് ഓക്കെ ആക്കാമല്ലോ, ഫാനൊക്കെ ഇട്ടിട്ടാണെങ്കിലും ഓക്കെ ആക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ വേഗം ഞങ്ങൾ രണ്ടുപേരുടെ ഭാവനയായിട്ട് ഇരുന്ന്
പിന്നെ അപ്പോഴും നമ്മൾ നല്ല കരച്ചിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നിക്കറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, കുട്ടി നിക്കറൊക്കെ ആദ്യമായിട്ട് ഇട്ടതാണ്. പിന്നെ സുനിച്ചേട്ടൻ എത്താൻ പറ്റിയിരുന്നില്ല അമ്പലത്തിൽ, അത് കുറച്ച് തിരക്കുകാരനായിട്ട്. അപ്പം വീഡിയോ കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആരുടെ അടുത്ത് ഇരുന്നാലും കരച്ചിൽ മാറും എന്നുള്ളൊരു ഇതിൽ വേഗം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയൊക്കെ നോക്കിയാണ്. അത് കഴിഞ്ഞ് പിന്നെ ചരട് കെട്ടണനായിട്ട് നമ്മുടെ ഇവിടെ ഇങ്ങനെ കറുത്ത ചരടാണ് കെട്ടണത്. നമ്മളിപ്പോൾ പരിപാടിയും ഇത് മാത്രമുള്ള കാരണം നമ്മൾ ചരട് മാത്രമേ കെട്ടണുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഫംഗ്ഷനൊക്കെ ഇനി മെയിനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് കൊണ്ടുപോയി അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി പൂജിച്ച് കൊണ്ടുവന്നിട്ട് അതാദ്യം കെട്ടാനാണെങ്കിലും ആളിങ്ങനെ ഇതായത് കാരണം വേഗം എങ്ങനെയെങ്കിലും ഒരു കെട്ടെങ്കിലും കെട്ടിയിട്ട് വേഗം ഇതാക്കുക, കരയണ്ട, ഒരുപാട് കരയിക്കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഞങ്ങൾ ഇരുന്നിരുന്നത് എല്ലാവരും. അപ്പോൾ എല്ലാവരും ചുറ്റും നിന്നിട്ടും ഇങ്ങനെ ഓരോന്ന് ടൈറ്റ് ആവരുത്, മുറുകരുത് എന്നൊക്കെ ഇങ്ങനെ പറയണമായിരുന്നു കണ്ണനോട് എല്ലാവരും. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇവിടെ ഉപ്പും പുളിയും തേക്കണ ഒരു ചടങ്ങുണ്ട്. സാധാരണ എല്ലായിടത്തും 6 മാസത്തിലാണെന്നൊക്കെ നമ്മളിങ്ങനെ പല വീഡിയോസിൻ്റെയും കമൻറ്റ് ബോക്സിൽ കണ്ടായിരുന്നു, നമ്മൾ ഇൻസ്റ്റയിൽ റീലൊക്കെ ഇട്ടപ്പോൾ. പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു ചടങ്ങുണ്ട്, അതുകൊണ്ട് നമ്മളത് ചെയ്തതേ ഉള്ളൂ കേട്ടോ. പിന്നെ എല്ലാവരും വാവയുടെ അങ്ങനെ കുറേ വായിലേക്കൊന്നും ഉപ്പും പുളിയൊന്നും അങ്ങനെ വെച്ചൊന്നും കൊടുത്തില്ല. ജസ്റ്റ് ആ ഒരു ചടങ്ങിന് വേണ്ടി, പേരിന് വേണ്ടി അതൊന്നെടുത്ത് അങ്ങനെ ഒന്ന് നാക്കത്തൊന്ന് തൊട്ട് അല്ലെങ്കിൽ ചുണ്ടത്ത് വെറുതെ ഒന്ന് തൊട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ കരിവള ഇടും. കരിവളയാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ സൈസിനൊത്ത കരിവളയൊന്നും കിട്ടാനൊക്കെ ഇത്തിരി പാടാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ആളുടെ സൗണ്ട് കേൾക്കാട്ടോ, ആൾ സൈഡിൽ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുത്തത്. അപ്പം അങ്ങനെ കരിവളയും ഉള്ളതിൽ വലുതൂക്കി തന്നെ ഇട്ട് വേഗം അങ്ങോട്ട് കയറിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ്, ഇനി കരയിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് അതൊക്കെ ചെയ്തത്. പിന്നെ നമ്മൾ കണ്ണൻ ആദ്യം വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അമ്മയും നമ്മളുടെ ഫാമിലിയിലുള്ള എല്ലാവരും വെച്ചില്ല, കുഞ്ഞല്ലേ, അപ്പോൾ കുറച്ച് എല്ലാവരും അധികം വെക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് അമ്മ വെച്ച്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ചേച്ചിയും വലിയയും അച്ഛനും അമ്മയൊക്കെ എല്ലാവരും ഒന്ന് വെച്ച്. അതുപോലെ തന്നെ നമ്മളുടെ ഇവിടുത്തെ ചടങ്ങാണ് കേട്ടോ ഇതിൻ്റെ അകത്തുള്ളത്. എല്ലാവർക്കും വ്യത്യാസമുള്ള ചടങ്ങുകളൊക്കെ ആയിരിക്കും. നമ്മുടെ ഇവിടെ 28 ഇതുപോലത്തെ ചടങ്ങുകളൊക്കെയാണ് ഉള്ളത്. പിന്നെ നമുക്കതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൊച്ചിനൊന്ന് കൊണ്ടുപോയി ഫാനിൻ്റെ അടിയിലൊക്കെ ഇരുത്തി കഴിഞ്ഞപ്പോഴേക്കും ആൾ കുറച്ചൊക്കെ ഒന്ന് ഓക്കെ ആയി. കുറച്ച് നേരം കിടന്ന് കളിച്ച് അത് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് ഉറങ്ങി, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും അവൻ്റെ വാശികൾ വീണ്ടും തുടങ്ങിയിട്ടാ. പിന്നെ നമ്മളുടെ ഈ ഫുഡിൻ്റെ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഫുഡിന് ഈ ഐറ്റംസൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച്, ഉച്ചയായതുകൊണ്ട് തന്നെ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ കഴിച്ചല്ലായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഘട്ടമായിട്ട് ഫുഡ് കഴിച്ചിട്ടിരിക്കുന്നു. ഇവിടെ കഴിച്ചു കഴിഞ്ഞാ ഇല്ലേ? പപ്പടം പഴം പായസം. അപ്പൊ ഇവിടുത്തെ കളിയും ബഹളമൊക്കെ ഇരുന്നല്ലേ, കളിയും ബഹളമൊക്കെ ഇരുന്നു. അപ്പൊ ഇവിടെ പുറത്തുണ്ട് കൊച്ചവിടെ നടക്കുന്നുണ്ട്. നമ്മൾ അന്നേരത്ത് പിന്നെ വീഡിയോയിൽ എത്രത്തോളം ഇതായിട്ടുണ്ടെന്നൊന്നും അറിഞ്ഞൂടാ. വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ട കാര്യങ്ങളൊന്നുമില്ല. ആൾ ഭയങ്കര നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് കൊച്ചുകാരാണെങ്കിൽ നമ്മുടെ മൈൻഡാണ് കേട്ടോ. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല, തോന്നിയുമില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ. അതെ, ഇനി കരച്ചില് കരയുമ്പോ കുഴപ്പമില്ല, അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. എന്താന്ന് അറിയൂടാ അല്ലേ? അപ്പൊ നമ്മളങ്ങനെ പിന്നെ അങ്ങനെ തിരക്കിലായി പോവല്ല. എന്റെ കരച്ചിൽ മാറ്റണോ, ചടങ്ങ് നടത്തണോ, പിന്നെ സമയമൊക്കെ ഉള്ള കാരണം ചടങ്ങ് നടത്തണോ അല്ല. അപ്പൊ അങ്ങനെയൊക്കെ ഇരുന്ന് ഇപ്പൊ ആൾ ഇത്തിരി നേരം ഇവിടെ ഇരുന്ന് കളിച്ച് ഇപ്പൊ പിന്നെ അത് കരഞ്ഞപ്പോ ചേച്ചി ഒന്ന് എടുത്തിട്ട് പുറത്തേക്ക് കൊണ്ടുപോയതാണ്. പിന്നെ ചൂടും പിന്നെ ആൾക്കാർ പുള്ളി അങ്ങനെ പരിചയമില്ലല്ലോ. ചിലപ്പോൾ എല്ലാവരും അന്ന് ഒരുപാട് പേരില്ലെങ്കിലും കുറച്ച് നേരമൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ അങ്ങനെയൊക്കെ ഒരു ഇതായിരിക്കും വിചാരിക്കും. അപ്പൊ എന്തായാലും നമ്മുടെ പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞ് ചെറിയൊരു പരിപാടിയാണ് കേട്ടോ. പരിപാടി ഒന്നും പറയാനില്ല, ചെറിയൊരു സന്തോഷം. ചടങ്ങെന്ന് പറയാം. പരിപാടിയൊക്കെ വരുന്നുള്ളൂ, പുറകെ വരും പരിപാടികൾ. അതെ, ഒന്നും കൂടെ ഒന്ന് വാവയും ഞാനും ഒക്കെ ഒന്ന് സെറ്റ് ആവട്ടെ എന്ന് ഓർത്താണ് നമ്മളിപ്പോ ഒന്ന് നടത്താഞ്ഞത്. ഇച്ചിരി ദിവസമല്ലേ ആയിട്ടുള്ളൂ. അതെ. അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ അവിടെ ചെന്ന് നമുക്ക് എല്ലാവരും കാണിച്ചാലപ്പാ. അപ്പൊ ഇവിടെ ചെല്ലുമ്പോ ഇവിടുത്തെ എല്ലാവരും ഇരിക്കേണ്ട പോയിന്റ് ലാസ്റ്റ് സെക്ഷൻ, ബാക്കി ആന്റിമാരൊക്കെ പോയാലെന്നാ വാവവിടെ കിടന്ന് ഉറങ്ങിയണ്ട, സുഖകരമായിട്ട് ഉറങ്ങിയാണ്. പിന്നെ ആളെ മുകളിലേക്ക് ആക്കിയിട്ടാണ് അങ്ങോട്ട് പോവാൻ. അപ്പം ഇനി എല്ലാവരും അതിൻ്റെ എന്താണ് ഇങ്ങനെ ഇരിക്കണം. അതെ, വളയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്. പിന്നെ ആഘോഷപരമായ പരിപാടിക്കൊക്കെ നമുക്ക് കിട്ടുന്ന സംഭവങ്ങളൊക്കെ കാണാം. ഇത് ചെറിയൊരു ചടങ്ങ് മാത്രം. അപ്പോ ഞങ്ങൾ പോകാൻ നോക്കട്ടെ. ഓക്കെ, ബൈ.